എന്നാ കയറണോ? അങ്ങോട്ട് ഞങ്ങൾക്കൊക്കെ വളരെ സ്വാതന്ത്ര്യം തന്നിട്ടാണ് വളർത്തുന്നത്. ഇങ്ങനെ ആവാൻ പാടില്ല എന്നും എങ്ങനെ ജീവിക്കണമെന്നോ ഒന്നും അങ്ങനെ പ്രത്യേകം ഡയറക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെങ്ങനെ ദിവസം നമ്മളങ്ങ് ജീവിച്ചു പോകുന്നു. അല്ലാതെ യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചെങ്കിൽ പോലും അങ്ങനെ ഒരു ജീവിതമൊന്നും ആയിരുന്നില്ല. അതെന്താണെന്ന് നമുക്കറിയാം, പക്ഷെ അത് ഫോളോ ചെയ്യണമെന്നോ അതുപോലെ തന്നെ ജീവിക്കണമെന്നോ ഒന്നും യാതൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടത്തിനായിരുന്നു നമ്മളെ ജീവിക്കാൻ അനുവദിച്ചിരുന്നത്, സ്വാതന്ത്ര്യം തന്നിരുന്നു. ബഷീറിൻ്റെ ജീവിതം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹം മരിക്കുന്നവരെ ഇപ്പോഴാണെങ്കിൽ പോലും എല്ലാ ആളുകളും ഇങ്ങനെ തമാശയോട് കൂടിയിട്ടാണ് എല്ലാം വളരെ ലാഘവത്തോടെ ജീവിതത്തിലും തമാശയായിട്ട് കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. അങ്ങനെ ഞാൻ DC-യിൽ ജോലിക്ക് വരുന്നത്. ജോലിക്ക് വരുമ്പോൾ എന്നോട് ചോദിച്ചത് കച്ചവടത്തിന് പോകാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മോളെ ഭർത്താവ് മരിച്ച് മോളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയമാണെന്നൊന്നും ആലോചിക്കുന്നില്ല. ഇങ്ങനെ ആണുങ്ങളെ കൂടെ പോയിരുന്ന് ഇങ്ങനെ കച്ചവടത്തിന് പോയിരിക്കാൻ പറ്റുമോ എന്ന്. പിന്നെ നമ്മൾ ജീവിച്ചു വന്ന ഒരു ഇതൊക്കെ അങ്ങനെയുള്ള വളർന്നു വന്നുകൊണ്ട് നമുക്ക് അത്ര വിഷമം തോന്നിയില്ല. അങ്ങനെ ആയിരിക്കണം, സ്വന്തം കാലിൽ നിൽക്കുന്നവരായിരിക്കും സ്ത്രീകൾ എന്നുള്ള വിചാരിക്കുന്നുണ്ടാവും. എനിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം ഹസ്ബൻഡ് മരിച്ചു, പിന്നീട് 16 വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ 5 വർഷമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ സ്റ്റേണായിട്ട് നിൽക്കണം, ഒരു ജോലിക്ക് പോകണം. ഇവിടെ നിങ്ങളുടെ 16 വർഷം ഞാൻ തനിച്ച് ജീവിക്കുകയാണ് മക്കളെയും കൊണ്ട്. അതിലേക്കുള്ളൊരു ശക്തി തന്നെ ശരിക്കും ബഷീറായിരിക്കും.